ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും കസ്റ്റാർഡ് പൗഡറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ആവിയിലൊന്നും വേവിച്ചെടുക്കണ്ട. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാൽ ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 4.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ഞാൻ ഇതിലോട്ട് ഒരു നുള്ള് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുങ്കുമപ്പൂവ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പിന്നെ ഒരു യെല്ലോ കളറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇല്ലെങ്കിൽ ചേർക്കണ്ട. പാല് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1/3 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. ഇതൊന്നും ഇല്ല, കപ്പലണ്ടിയാണുള്ളതെങ്കിൽ അതും ചേർക്കാം. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് കലക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം മുന്നേ ആണ് നമ്മൾ കലക്കി വെച്ചത്. അപ്പോൾ താഴെ ബൗളിൽ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇനി ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് കുറുകി വരണം. നല്ല കട്ടിയാവണ്ട, ചെറുതായിട്ട് തിക്കായി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 8 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തണുത്ത് തുടങ്ങുമ്പോഴേക്ക് മുകളിൽ പാട പോലെ കെട്ടി തുടങ്ങും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ചൂട് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡ് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നമുക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് വേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടെ ആദ്യമേ ഒഴിക്കേണ്ട, ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യൊന്ന് ഉരുകി വരണം. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കിടുക. ബ്രെഡ് ഇതുപോലെ നുറുക്കിയെടുക്കുക. വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. ഇനി ഓരോ ബ്രെഡ് ഇതുപോലെ നമുക്ക് വച്ചു കൊടുക്കാം. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കോരി മാറ്റുക. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും വറുത്തെടുക്കാം. ഇനി വറുത്തെടുത്ത ബ്രെഡ് ഒരു പാത്രത്തിലോട്ട് അടുക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പാലിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടാണ് ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. വീണ്ടും പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം. 1 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. ഒന്ന് കവർ ചെയ്തതിന് ശേഷം വേണം വയ്ക്കാൻ, തുറന്ന് വയ്ക്കരുത്. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.